നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ വിഷയം. നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 മാർച്ച് മാസം 31-ാം തീയതി, അതായത് 1201 മീനമാസം 17-ാം തീയതി കുജവാരം. നാളെ കുജവാരം അഥവാ ചൊവ്വാഴ്ച. സൂര്യോദയം തൃശ്ശൂരിൽ 6:28, അസ്തമയം വൈകിട്ട് 6:32. നാളത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 3 മുതൽ 4:30 വരെയുള്ള സമയം, 1.5 മണിക്കൂർ ദൈർഘ്യസമയം. നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ തിഥി വെളുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്, രിക്താതിഥിയാണ്. ഒഴിഞ്ഞ തിഥിക്കാണ് രിക്താതിഥി എന്ന് പറയുക. തിഥി ജ്യോതിഷത്തിൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. അതിനാൽ ചതുർത്ഥി 4, നവമി 9, ചതുർദശി 14 ഇവയെല്ലാം തന്നെ രിക്താതിഥികളാണ്, ഒഴിഞ്ഞ തിഥികളാണ്. അതിനാൽ സാമ്പത്തികമായ വിഷയങ്ങളിലെല്ലാം തന്നെ രിക്താതിഥി നാം സ്വീകരിക്കാറില്ല. അതിനെക്കൊണ്ട് ഗുണമില്ല. നാളത്തെ നക്ഷത്രം എന്താണ്? പൂരം നക്ഷത്രമാണ്. നാളെ 4 മണിവരെ പൂരം നക്ഷത്രമാണ്. പൂരം ഒരു ശുഭനക്ഷത്രമാണോ? അത് മുപ്പൂരത്തിൽ പെടുന്ന നക്ഷത്രമാണ്. പൂരം, പൂരാടം, പുരൂരുട്ടാതി, അങ്ങനെയുള്ള 7 നക്ഷത്രങ്ങളുണ്ട്. യാത്ര ചെയ്യാനോ വിത്തിട്ടാൽ പൊടിക്കാത്ത, ഒരു ആരംഭം കുറിക്കാൻ പറ്റാത്ത നക്ഷത്രങ്ങളാണ് പൂരം, പൂരാടം, പുരൂരുട്ടാതി. അപ്രകാരം തൃക്കേട്ട, പിന്നെ യമരുദ്രാഹി. യമൻ എന്നാൽ ഭരണി, രുദ്രൻ, തിരുവാതിര, അഹി ആയില്യം. വിത്തിട്ടാൽ പൊടിക്കാത്ത, യാത്ര പോയാൽ തിരിച്ചു വരാത്ത നക്ഷത്രമാണെന്ന് അറിയുക. നാളത്തെ ദിനവും ഞാൻ പറഞ്ഞു ചൊവ്വാഴ്ചയാണ്. നക്ഷത്രവും ഗുണമില്ല, തിഥിയും യാതൊരു ഗുണവുമില്ല. അതിനാൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഞാൻ ഒരു ശുഭമുഹൂർത്തവും നാളത്തെ ദിനം നൽകാൻ പാടില്ല. ഒരു യാത്രയ്ക്ക് അനുകൂലമായൊരു സമയവും കുറിച്ച് നൽകാൻ പാടില്ല. നാളെ പ്രിയമുള്ള പ്രേക്ഷകർ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നത് വളരെ ഉത്തമമാണ്. പൂരം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം ശുക്രനാകുന്നു. ചൊവ്വ ഭദ്രകാളിയുമായി പ്രതിനിധാനം ചെയ്തു. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശത്രുസംഹാര കുരുതി ചെയ്യുവാനും, അല്ലെങ്കിൽ ദേഹമുട്ട്, കർമ്മമുട്ട്, ശത്രുമുട്ടൊക്കെ നാളികേരം കൊണ്ട് ചെയ്യുവാനും ഏറ്റവും നല്ലൊരു ദിനമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ദിവസത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.